റോഡുകൾ കുഴികൾ കൊണ്ട് നിറയുമ്പോൾ കൊച്ചിയുടെ യാത്ര ദുരിതയാത്രയാകുന്നു. കണ്ണങ്ങാട്ടെ ഇന്ദിരാഗാന്ധി റോഡുകളിലെ മരണക്കുഴികൾക്ക് അധികാരികൾ എന്ന് പരിഹാരം കാണും? റോഡ് ടാക്സ് നൽകുന്ന ജനങ്ങൾ ഇനി എത്ര നാൾ ഈ മണ്ണിലൂടെയും പൊടിയിലൂടെയും കുഴികളിലൂടെയും സഞ്ചരിക്കണം? മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. ഇത് റോഡോ അതോ കുഴിപ്പാലമോ? ഇടക്കൊച്ചി കണ്ണങ്ങാട്ടെ ഐലൻഡ് പാലത്തിലാണ് നമ്മളുള്ളത്. കെ ബാബു MLA ആയിരിക്കുമ്പോൾ നിർമ്മാണം ആരംഭിച്ച് 2017 എം സ്വരാജ് MLA ആയിരിക്കുമ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയ പാലമാണിത്. ചെല്ലാനം, കുമ്പളങ്ങി, കണ്ടക്കടവ്, ചേർത്തല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും എളുപ്പം പട്ടണവുമായിട്ട് ബന്ധപ്പെടുവാൻ സാധിക്കുന്ന, എറണാകുളവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ഈ പാലത്തിലേക്ക് കടക്കണമെങ്കിൽ ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് റോഡിലൂടെയും ഇന്ദിരാഗാന്ധി റോഡിലൂടെയും സഞ്ചരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് ഈ പാലം പൂർണ്ണമായി ഉപയോഗിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ കണ്ണങ്ങാട്ട് റോഡും ഇന്ദിരാഗാന്ധി റോഡും നാശത്തിലാണ്. അനേകം വർഷങ്ങളായി അത് മാറ്റമില്ലാതെ തുടരുമ്പോൾ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതാണ്ട് ചുരുങ്ങിയ ഒരു 10 വർഷത്തോളമായിട്ടുണ്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കാരണം പല പ്രാവശ്യം പല പാർട്ടിക്കാരുടെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിന് യാതൊരു നടപടിയില്ല. അപ്പം അതിന് ഇടയ്ക്ക് ഈ പ്രാവശ്യം വന്നിട്ട് ഒരു 2 മാസമൊക്കെ മുമ്പ് കുറച്ച് കച്ചറ കൊണ്ടുവന്നിട്ട് അതിപ്പോൾ വീണ്ടും ഈ അവസ്ഥയായി. മെയിനായിട്ട് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അപ്രോച്ച് റോഡ് കറക്റ്റായിട്ടില്ല. ഒരു പാലം വന്ന് കാര്യം ശരിയാണ്, പക്ഷെ അതിന് വേണ്ട ഇത് സഞ്ചാരം യോഗ്യമല്ല. പള്ളൂരുത്തി, അരൂർ, കുമ്പളങ്ങി, ചേർത്തല ഇങ്ങനെ കൊച്ചിയുടെ പലയിടങ്ങളിൽ നിന്നും എറണാകുളം നഗരത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ ദിവസവും വന്നിറങ്ങുന്ന പ്രധാന വഴികളാണ് കണ്ണങ്ങാട്ട് റോഡും ഇന്ദിരാഗാന്ധി റോഡും. ജോലി സ്ഥലത്തേക്കും സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും പോകുന്ന സാധാരണക്കാർക്ക് ഇപ്പോൾ ഈ റോഡ് ഒരു പേടി സ്വപ്നമാണ്. പറഞ്ഞു വരുമ്പോൾ ഇവ റോഡുകളല്ല, സഞ്ചാരികളെ ദുരിതത്തിലാക്കുന്ന മരണക്കിണികൾ എന്ന് വേണം വിശേഷിപ്പിക്കാൻ. 2017 BMBC നിലവാരത്തിൽ ടാർ ചെയ്ത് ഉദ്ഘാടനം ചെയ്തതാണ് കണ്ണങ്ങാട്ട് ഐലൻഡ് പാലത്തിലേക്കുള്ള ഈ പ്രധാന പാതകൾ. ഇപ്പോൾ ഈ റോഡ് ഒരു യാത്രാമാർഗമല്ല, മറിച്ച് യാത്രക്കാരുടെ നട്ടെല്ലൊടിക്കുന്ന ഒരു അഡ്വഞ്ചർ റൈഡാണ്. റോഡിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. വളരെ കുറച്ച് നാളുകളായിട്ട് ഈ കൗൺസിലർ ഒരു ഇതാണ് കാണിക്കുന്നത്, അതായത് ജനങ്ങളോടുള്ള കാണിക്കുന്ന ഒരു അവഗണനയായിട്ടാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ അഗ്നസ് കോളേജിന്റെ അവിടെ ഒരു കാണ പണിയുന്നുണ്ട്. ഈ കാണയിലും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 2 റോഡിന്റെ ശോചനീയാവസ്ഥ. മനുഷ്യന്റെ ജീവൻ അപകടത്തിലാവുന്ന രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എത്രയും വേഗം ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം. ഏതെങ്കിലും അപകടം സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ക്യാമറയുമായി എത്തുമ്പോഴോ മാത്രം അധികാരികൾ ഉണരും. പിന്നെ ഒരു പാത്രം മണ്ണുമായി വന്ന് കുഴികളിൽ തട്ടിയിട്ടു പോകും. ഇതിനെയാണോ വികസനം എന്ന് വിളിക്കുന്നത്? പെയ്യുന്ന ആദ്യത്തെ മഴയിൽ തന്നെ ഈ മണ്ണെല്ലാം ഒഴുകിപ്പോകും. കുഴികൾ വീണ്ടും തലപൊക്കും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇതിലും നല്ലൊരു വിദ്യ വേറെയുണ്ടോ? ഇതൊരു ചെറിയ പ്രശ്നമല്ല. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഒരാളുടെ ജീവൻ ഈ റോഡിലെ കുഴികൾ കാരണം നഷ്ടപ്പെട്ടു. അനേകം പേരാണ് ദിവസവും വീണ് പരിക്കേറ്റ് ആശുപത്രിയിലാകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഇത് തന്നെ. ഇത് കണ്ട കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. ഇത് ഓരോരുത്തരും ഇവിടെ വീഴണ്. പെണ്ണുങ്ങളൊക്കെ ഒത്തിരി പേരാ വന്ന് വീഴണം. കാരണം കാലുകുത്താൻ ബാലൻസ് കിട്ടാണ്ട് ഒത്തിരി പേര് വീഴണം. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓട്ടോ വിളിക്കല്, ഇതൊക്കെയാണ് നമ്മുടെ പണി ഇവിടുത്തെ. ഇത് ബേസിലായിട്ട് ഉണ്ടായിരുന്നപ്പോൾ നേരത്തെ ചെയ്ത റോഡാണ്. അന്ന് നല്ല അടിപൊളിയായിട്ട് ചെയ്ത റോഡാണ്. 2 വീലർ തന്നെ 2-3 പ്രാവശ്യം വന്ന് എത്ര പ്രാവശ്യം ഇവിടെ വീഴണമെന്നറിയാം. ഇപ്പം അവിടെ ഒരു കുഴി, ഭയങ്കര കുഴിയായിരുന്നു. കോൺക്രീറ്റ് ഇട്ട്, ഇപ്പോൾ ബേസിനോട് പറഞ്ഞതിന് കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അത് പിന്നെ വീണ്ടും അത് പൊട്ടാൻ തുടങ്ങി. മഴക്കാലമാണല്ലോ. ജനപ്രതിനിധികളോട് പറഞ്ഞിട്ട് ഫലമൊന്നുമില്ലെന്നും താൽക്കാലിക പരിഹാരമല്ല ഇതിന് വേണ്ടതെന്നും നാട്ടുകാർ പറയുന്നു. ജനങ്ങളുടെ നികുതി കൊണ്ട് ജനങ്ങൾക്ക് സൗകര്യമൊരുക്കി കൊടുക്കാതെ റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ അധികാരികളുടെ കണ്ണു തുറക്കാൻ ഇനി എത്ര മരണം സംഭവിക്കണം? നമ്മൾ വർഷങ്ങളായിട്ട് നടക്കുന്ന റോഡാണ്, എപ്പോഴും സ്ഥിരം സഞ്ചരിക്കുന്ന റോഡാണ്. ഇതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, എപ്പോഴും നമ്മൾ അധികാരപ്പെട്ടവർ ചെന്നൊരു റോഡാണ്. ഇത് നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷൻ തരുന്നൊരു റോഡാണ്. ഇത് ഇവിടുത്തെ മെയിൻ പ്രശ്നം വരുന്നു, ഈ റോഡ് PW കൈമാറിയ റോഡ് പെട്ടെന്ന് നന്നാക്കും. ഇത് കോർപ്പറേഷൻ, പള്ളൂർത്തി കോർപ്പറേഷൻ തരുന്ന റോഡാണ്. നമ്മൾ സ്ഥിരം കണ്ടുപിടിക്കുന്നത്. ദിനംപ്രതി എന്തോരം പേരാണെന്നറിയാം ഇവിടെ വീഴുന്നത്. ഞാൻ എപ്പോഴും കോർപ്പറേഷൻ അറിയാം, ഞാൻ ഡെയിലി ഇവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ വെച്ചാൽ വേറൊന്നുമില്ല, ഈ വർക്ക് എടുക്കാൻ ഇവിടെ ആളില്ല. വർക്ക് എടുത്താൽ കോൺട്രാക്ടർ പൈസ കൊടുക്കുന്നില്ല. പിന്നെ നമ്മളവിടെ അധികാരപ്പെട്ടവരെ കുറ്റപ്പെടുന്നതല്ല, പക്ഷെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. കുഴിയടക്കൽ എന്ന പ്രഹസനമല്ല, കൃത്യമായ അറ്റകുറ്റപ്പണികളും ശാശ്വതമായ പരിഹാരവുമാണ് ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. റോഡ് എന്ന് നന്നാകുമെന്നറിയില്ല. വണ്ടിയുടെ എല്ലാ പാർട്സും നാം ശാസിച്ചുകൊണ്ടിരിക്കുന്നത്.
ഫ്രണ്ട് ഷോക്കെല്ലാം കംപ്ലൈന്റ് ആയി ഈ റോഡിൽ കൂടി പോയി 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 ഇത് എന്ന് നന്നാക്കുമെന്ന് അറിയാം. ഒരാളും വെറുതെ കണ്ണിൽ പൊടിയിടാന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന് കുറെ മണ്ണിട്ട് പൊക്കി കോൺക്രീറ്റ് ചെയ്യണ പോലെ കാണിച്ച് 2-3 ദിവസത്തിനുള്ളിൽ അത് നന്നായി. ഇപ്പൊ ഇതിന്റെ അവസ്ഥ കണ്ട എന്താണ്, മനുഷ്യർ പോകാൻ പറ്റാത്ത അവസ്ഥയായി. വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റാൻ നേരെ ഉള്ളൂ. കണ്ടങ്ങാട്ട് ഐലൻഡ് പാലത്തിലേക്കുള്ള ഈ റോഡുകൾ ഇനി എന്ന് സഞ്ചാരയോഗ്യമാകും? ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് ആര്? ഭയങ്കര കട്ടറ ഒരു വെള്ളം നോക്കണ്ട സഞ്ചാരയോഗ്യമായ വഴികൾ ഉണ്ടാവുക എന്നുള്ളത് ജനത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ ആവശ്യം നിറവേറ്റി കൊടുക്കേണ്ടത് അധികാരികളാണ്. എന്നാൽ 1 മിനിറ്റ് കൊണ്ട് യാത്ര പൂർത്തിയാക്കേണ്ട സ്ഥലത്ത് 15 മിനിറ്റിലധികം എടുത്ത് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇന്ധന നഷ്ടം, ഒപ്പം തന്നെ ഇവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രികളിൽ എത്തിക്കുക എന്നുള്ളത് പ്രദേശവാസികളുടെ ഒരു കടമയും ആയി മാറുകയാണ്. പരിഹാരമുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അനേകം നാളുകളായി മെട്രോ 7 ന്യൂസിലും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്നു. പക്ഷേ ഈ വാർത്തകൾ ഫലം കാണേണ്ടത് അധികാരികൾ അതിന് തയ്യാറാകുമ്പോഴാണ്. അധികാരികൾ തയ്യാറാകണം. ജനത്തിന് സുഗമമായി സഞ്ചരിക്കുവാനായിട്ടുള്ള അവസരമുണ്ടാകണം. അവന്റെ ജീവന് വിലയുണ്ടാവണം. മെട്രോ 7 ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ ലിജൻ ജെയിംസിനൊപ്പം റെഡ് ജനറൽ കൊല്ലം. അപ്പൊ മറക്കണ്ട, നേരെ സോൾട്ടിലേക്ക്. The Salt Fashion near Sri Narayana Hall, Chullikal.